ബാംഗ്ലൂർ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി എനിക്കെതിരെ നോൺ ബെയിലബിൾ വാറന്റ് പുറപ്പെടുവിച്ചതിനു ശേഷം ഞാനിതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ വാക്കുകളും പാലിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഈ കേസിൽ ഞാൻ തികച്ചും നിരപരാധിയാണ്. എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രാഷ്ട്രീയവും അല്ലാതെയുമൊക്കെയുള്ള പല ഗൂഢാലോചനകളുടെയും ഭാഗമായിട്ടാണ് എന്നെ ഈ കേസിൽ പ്രതിയാക്കിയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്റെ നിരപരാധിത്വം ഞാൻ പറഞ്ഞു. അതേപ്പറ്റി അതിനുശേഷമുള്ള പല മാധ്യമ ചർച്ചകളിലും ചിലരൊക്കെ ഖുർആനെ ഉൾപ്പെടെയുള്ള മതചിഹ്നങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുകയുണ്ടായി. അവരോടൊന്നും എനിക്ക് പ്രതിഷേധമില്ല. പക്ഷെ ആ ഖുർആനാണ് എന്നെ മർദ്ദിതർക്ക് വേണ്ടി നിലകൊള്ളാൻ പ്രേരിപ്പിക്കുന്നത്. ആ ഖുർആനാണ് ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും എന്നെ പിടിച്ചു നിർത്തുന്നത്. ആ ഖുർആനാണ് തീവ്രവാദത്തിനെതിരെ നിലകൊള്ളാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും വിശ്വസിക്കുന്ന വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ എന്റെ നിരപരാധിത്വം വ്യക്തമാക്കിയത്. ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ബാംഗ്ലൂർ സ്ഫോടനം സംബന്ധിച്ച് ആ സ്ഫോടനത്തിന് മുമ്പോ ആ സ്ഫോടനത്തിന് ശേഷമോ എന്നോട് ഒരാളും ചർച്ച ചെയ്തിട്ടില്ല. ഒരു വാക്കും അതേപ്പറ്റി എന്നോട് ആരും സംസാരിച്ചിട്ടില്ല. എനിക്ക് അതേപ്പറ്റി യാതൊരു അറിവുമില്ല. ഇപ്പോഴും നിങ്ങൾ എന്നോട് ബാംഗ്ലൂർ സ്ഫോടനം നടന്ന ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ മേൽ കേസുള്ള ആ കേസിട്ടിട്ടുള്ള ആ സംഭവം നടന്ന ദിവസം സത്യസന്ധമായി പറയുകയാണ്, ഇപ്പോഴും എനിക്ക് കൃത്യമായി നിങ്ങളോട് പറയാൻ കഴിയില്ല. കാരണം ആ വിഷയവും ഞാനും തമ്മിലുള്ള ബന്ധം അത്രമാത്രമാണ് എന്നതുകൊണ്ട് ഞാൻ ആ വിഷയത്തെപ്പറ്റി ശ്രദ്ധിച്ചിട്ടേയില്ല. ആ ഒരു ഡേറ്റ് പോലും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് അങ്ങനെ ഒരു ബന്ധം ആ വിഷയമായിട്ടില്ല. അതേപ്പറ്റി ഓർക്കാനോ അതേപ്പറ്റി ആ ഡേറ്റ് ഓർത്തിരിക്കാനോ ആ ഡേറ്റ് ചിന്തിക്കാനോ കേസിട്ടിട്ട് പോലും ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല. സ്ഫോടനം നടന്ന തീയതിയെപ്പറ്റിയാണ് പറയുന്നത്. ചുരുക്കത്തിൽ എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ആ വിഷയത്തിൽ നിരപരാധിയാണ്. ഇത് വളരെ ആസൂത്രിതമായി, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ വളരെ ആസൂത്രിതമായി നടത്തിയ ഗൂഢാലോചന. ഇന്നലെ ഇപ്പൊ ഇവിടെയുള്ള ഈ ടൈംസ് നൌ എന്ന ചാനലില് ഇന്നലെ വൈകിട്ട് 9:15 ഒരു ഡിസ്കഷൻ ഞാൻ കണ്ടു. അതിൽ പാർട്ടി നയരൂപീകരണ സമിതി ചെയർമാൻ നമ്മുടെ CK അബ്ദുൽ അസീസും ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിൽ നിന്ന് ഒരു ഇത്ര കഠിന വർഗീയവാദിയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരാളും അതിൽ പങ്കെടുത്ത് ആ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അത് അവതരിപ്പിക്കുന്ന ചാനൽ അവതാരകൻ അബ്ദുൽ അസീസിന് സംസാരിക്കാൻ പോലുള്ള അവസരം കൊടുക്കാതെ ടെറർ അക്യൂസ്ഡ്, കോടതി വിധികളെ ലംഘിക്കുന്നു, ഹൈക്കോടതിയെ ധിക്കരിക്കുന്നു, ഇത്തരത്തിലുള്ള കുറെ പരാമർശങ്ങളൊക്കെ നടത്തുന്ന കേട്ടു. അത് ചിലരുടെ വികാരമാണ്. ഞാനത് എടുത്തു പറയുന്നത് ചിലരുടെ വികാരമാണ്. അതിൽ യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ ഇന്ന് വരെ ദൈവത്തെ കഴിഞ്ഞ് ഞാൻ ആരെയെങ്കിലും ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ആദരിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തെ, അത് കോടതി മാത്രമാണ്. കോടതി സംവിധാനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ ഒരുപക്ഷെ വളരെ വിരളമായി ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ജഡ്ജിമാർക്കെതിരെ ഇംപീച്ച്മെന്റ് അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും പൊതുവെ കോടതിയെ ബഹുമാനിക്കുക എന്നതാണ് എന്റെയും എന്റെ പ്രസ്ഥാനത്തിന്റെയും സമീപനം. അത് ഞാൻ ആവർത്തിച്ചു പറയാണ്. ഈ കേസിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ബാംഗ്ലൂർ മജിസ്ട്രേറ്റ് കോടതി എനിക്കെതിരെ
ഈ ഇന്ന് വൈകിട്ടും ഇനി ചാനൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ട ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരും കൂടെ അറിയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ബാംഗ്ലൂർ മജിസ്ട്രേറ്റ് കോടതി എനിക്കെതിരെ ഒരു വാറണ്ട് പുറപ്പെടുവിച്ചു. ഈ വാറണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് ഈ നിമിഷം വരെ എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇങ്ങനൊരു വാറണ്ട് പുറപ്പെടുവിച്ചു എന്നുള്ള കാര്യം പത്രങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. ഒരു ലാ അബൈഡിംഗ് സിറ്റിസൺ എന്ന നിലയിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? അതാണ് ഞാൻ ചെയ്തത്. അതല്ലാതെ വാറണ്ട് പുറപ്പെടുവിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാൻ കുറ്റവാളിയല്ല, അതുകൊണ്ട് ഞാൻ അറസ്റ്റിന് വഴങ്ങില്ല, ഞാൻ നിയമത്തിന് വഴങ്ങില്ല, നിരപരാധിയായ എന്നെ കോടതികൾ ഭീഷണിപ്പെടുത്തുകയാണ് എന്നൊന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. മറിച്ച് വാറണ്ട് പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ പത്രങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ അത് അറിഞ്ഞപ്പോൾ ഞാൻ ചെയ്തത് അഡ്വക്കറ്റുമാരെ വെച്ച്, വളരെ പ്രഗത്ഭരായ അഡ്വക്കറ്റുമാരെ വെച്ച് ഞാൻ ആ നിയമപരമായ ഒരു പൌരൻ എങ്ങനെയാണോ നീങ്ങേണ്ടത് അതാണ് ഞാൻ ചെയ്തത്. ഞാൻ മുൻകൂർ ജാമ്യത്തിനു വേണ്ടി സെഷൻസ് കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോഴും ഈ ഇരിക്കുന്ന മുഴുവൻ മാധ്യമങ്ങളോടും ഞാൻ പറഞ്ഞത് എന്നെ എപ്പോഴും ഞാൻ സ്വീകരിക്കുമെന്നാ പറഞ്ഞത്. എന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ ആ ദിവസമോ അതിനടുത്ത ദിവസമോ വന്നേക്കുമെന്ന് കരുതിയിരുന്നു. വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അതിനെതിരെ അപ്പീൽ പോയി, ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ഒരു പൌരന് അവകാശമുണ്ടല്ലോ ജാമ്യാപേക്ഷ തള്ളിയാൽ അടുത്ത നീക്കങ്ങൾ കോടതി വഴി നടത്താൻ. ആ അവകാശത്തിന്റെ ഭാഗമായിട്ട് ഞാൻ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തു. സുപ്രീം കോടതിയിൽ ആ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യാൻ വേണ്ടിയുള്ള ജാമ്യാപേക്ഷ കൊടുക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് കർണാടക പോലീസ് വരുന്നു എന്ന് പറഞ്ഞത്. ഞാൻ എന്താ ചെയ്ത്? കർണാടക പോലീസ് വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ പത്രപ്രവർത്തകരായ, മാധ്യമപ്രവർത്തകരായ നിങ്ങളോട് പറഞ്ഞത് ഞാൻ റെഡിയാണ്, ഞാൻ എല്ലാ രീതിയിലും തയ്യാറാണ് പോകാൻ. പെട്ടി മരുന്ന് കൊണ്ടുപോകേണ്ട ബോക്സ് വരെ ഞാൻ വൃത്തിയാക്കി വെച്ചു. എല്ലാ സംവിധാനങ്ങളോടും ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ പോലീസ് ഇങ്ങോട്ട് വന്നില്ല. പിന്നെ ഞാൻ അറിഞ്ഞു അത് ആഗസ്റ്റ് 15-ന് ശേഷമായിരിക്കും അറസ്റ്റ് എന്ന്. അപ്പൊ എനിക്കുള്ള ആ ഒരു സമയം കിട്ടിയത് അനുസരിച്ച് വീണ്ടും വക്കീലന്മാരുടെ നിർദ്ദേശപ്രകാരം മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ കൊടുത്തു. ആ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി നിലനിൽക്കുകയാണ്. ഇത് നിയമപരമായി മാത്രമാണ് ഞാൻ പോയിട്ടുള്ളത്. പിന്നെ ഈ ഒരു സംഭവം ഉണ്ട് എന്ന് കേട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ എനിക്കൊരുവെതിരെ ഒരു വാറണ്ട് ഉണ്ട് എന്നറിഞ്ഞപ്പോ ഞാൻ നേരെ അങ്ങ് ബാംഗ്ലൂരേക്ക് പോയി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ മുമ്പിൽ പോയി കീഴടങ്ങാന്നൊക്കെ പറഞ്ഞാൽ ഈ കേസിൽ എന്നെ വളരെ ആസൂത്രിതമായി കുടുക്കിയിരിക്കുകയാണ് എന്ന വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بدين الحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون.
رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان ما شاء الله كان ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم أم حسبتم أن تدخلوا الجنة ولما يعلم الله الذين جاهدوا منكم ويعلم الصابرين صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين الحمد لله رب العالمين ബഹുമാന്യനായ സയ്യിദ് ആറ്റക്കോയ തങ്ങൾ അവരുടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അഭിനന്ദരായ പണ്ഡിതന്മാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യം കൊണ്ട്, കരുണ കൊണ്ട്, അവൻ്റെ ഫضل കൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും മാപ്പാക്കി പെരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കന്മാർ, ഉസ്താദുമാർ, ഭാര്യമാർ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, സഹായികൾ, സഹപ്രവർത്തകർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ, എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും പരലോകം അല്ലാഹു വെളിച്ചത്തിലാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെ ഖബറുകളും അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഖബറുകളും അല്ലാഹു വിശാലമാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്രതീക്ഷിതമായി സംഘടിപ്പിക്കപ്പെട്ട പ്രഭാഷണ പരിപാടിയിലാണ് നമ്മളുള്ളത്. ബഹുമാന്യനായ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി ഉൾപ്പെടെ എല്ലാവരും ഇവിടെ പ്രധാനമായും സ്വലാത്തിനെ മുൻനിർത്തിക്കൊണ്ട്, സ്വലാത്തിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചത്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നതും ഇൻഷാ അല്ലാഹ് വരുന്ന ഏതാനും ദിവസങ്ങളിൽ അഭിമന്യരായ പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും രാത്രിയിൽ മതപ്രഭാഷണവും, പരിപാടി അവസാനിക്കുമ്പോൾ സ്വലാത്തിൻ്റെ പ്രത്യേകമായ മജ്‌ലിസും ദുആയും അതാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നത് പോലെ ഇന്ന് ബഹുമാന്യനായ നേരു ശംസുദ്ദീൻ മദനി അവർകൾ
എത്തണം എന്നാഗ്രഹിച്ചതും അദ്ദേഹം ഇന്ന് രാവിലെ നമ്മുടെ അൻവാറിലെ ഉസ്താദ് കബീർ മൗലവി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് തന്നെ എന്നോട് ഫോണിൽ വിളിക്കുകയും മറ്റു പല കാര്യങ്ങളും പല ദിവസങ്ങളായി ഇവിടെ ചെയ്യാൻ പല കാര്യങ്ങളും അദ്ദേഹം പറയുകയും പല ദുആകളും നേർച്ചകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. അദ്ദേഹം ഇന്ന് സ്വലാത്തിന് എത്തണമെന്ന ആഗ്രഹമുണ്ട്. കഠിനമായ പനിയാണ്. പനി അല്പമെങ്കിലും ഭേദപ്പെട്ടാൽ ശമനമുണ്ടായാൽ വരാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ വൈകുന്നേരം എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിൽ പനിയിലാണുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ഏതെങ്കിലും ദിവസം അദ്ദേഹം വരാമെന്നും ദുആയ്ക്ക് നേതൃത്വം കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞ് ബഹുമാന്യനായ സയ്യിദ് ആറ്റക്കോയ തങ്ങൾ അവർകൾ അദ്ദേഹം സ്വലാത്തിനും ദുആയ്ക്കും നേതൃത്വം കൊടുക്കുന്നതാണ്. സ്വലാത്ത് ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ നമ്മുടെ മുജീബ് മൗലവി ഉൾപ്പെടെയുള്ളവർ ഇവിടെ സംസാരിച്ചതുപോലെ സ്വലാത്ത് സമാധാനമാണ്, സ്വലാത്ത് സന്തോഷമാണ്. സ്വലാത്തിന്റെ സമാധാനം എന്താണെന്ന് ആസ്വദിച്ചറിയുന്ന ഒരാളാണ് ഞാൻ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലുകയും ചൊല്ലിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ആകെ ഒരു ബാക്കിപത്രം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ വേറെ മറ്റൊന്നും കാര്യമായി പറയാനില്ലാത്തപ്പോഴും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ആയിരക്കണക്കിന് യുവാക്കൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഞാൻ നേരത്തെ കഴിഞ്ഞ പല പ്രസംഗവേദികളിലും സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ വിശുദ്ധ റബീഉൽ അവ്വൽ മുതൽ ആരംഭിച്ച അടുത്ത റബീഉൽ അവ്വലിനുള്ളിൽ ഒരാൾ 3,13,000 സ്വലാത്ത് ചൊല്ലണം എന്ന് ഒരു നിർദ്ദേശം എല്ലാ വേദികളിലും കൊടുത്തപ്പോൾ നൂറുകണക്കിന് യുവാക്കളാണ് ആവേശപൂർവ്വം ആ ജമിയത്തു അഹ്ലി സ്വലാ എന്ന പേരിൽ നമ്മൾ ആരംഭിച്ച ആ ഒരു സംവിധാനത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത് പേരറിയിച്ച് നൂറുകണക്കിന് ചെറുപ്പക്കാരാണ് സഹോദരിമാരുൾപ്പെടെ 3,13,000 സ്വലാത്ത് ചെല്ലാമെന്ന് ഏറ്റിട്ട് നിരവധി പേര് ഇതിനുള്ളിൽ തന്നെ റബീഉൽ അവ്വൽ കഴിഞ്ഞ് ഏതാനും മാസങ്ങളായപ്പോൾ തന്നെ 3,13,000 സ്വലാത്ത് തീർന്നു. അടുത്ത രണ്ടാമത്തെ 3,13,000 ആരംഭിച്ചു എന്ന് പറഞ്ഞു വരും. രണ്ടാമത്തെ 3,13,000 തീർന്നു, മൂന്നാമത്തത് ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെയായ ധാരാളം സഹോദരങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവസ്വവുമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് നമുക്ക് സർവസ്വം. സൃഷ്ടികളിൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, പ്രേമിക്കുന്നത്, നമ്മെ സമർപ്പിക്കുന്നത് ഒക്കെ നമ്മുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളോടുള്ള നമ്മുടെ ഇഷ്ടവും സ്നേഹവുമാണ് നമ്മളെയൊക്കെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്, പ്രേമം കൊണ്ടാണ്, അവിടുത്തെ കുറിച്ചുള്ള ചിന്ത കൊണ്ടാണ്, അവിടുന്ന് അനുഭവിച്ച ത്യാഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മളുടെ മനോമുഖരത്തിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും വിഷമങ്ങളെയും പറ്റി ഓർക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളും തമ്മിൽ എങ്ങനെ തുലനം ചെയ്യാം? എന്തെങ്കിലും ഒരു അർഹത ഉണ്ടോ നമുക്ക് റസൂലുള്ളാഹിയുമായിട്ട് തുലനം ചെയ്യാൻ? അവിടുത്തെ ഉമ്മത്തികളിൽ പെടാനുള്ള ഒരു ഭാഗ്യം കിട്ടി എന്ന ആ മഹാഭാഗ്യത്തിന്റെ ആ മഹത്വമാണ് നമ്മൾ അർഹതയായി പറയുന്നത്. അതല്ലാതെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളും തമ്മിൽ എന്താ തുലനം ചെയ്യാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂൽ ആരാ? ഞാൻ എപ്പോഴും എല്ലാ വേദികളിലും പറയാറുള്ളത് പോലെ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണക്കാരൻ, പ്രപഞ്ച സൃഷ്ടിക്ക് കാരണക്കാരൻ, കുന്തു കൻസം മഖ്ഫിയ, ഞാൻ മറയ്ക്കപ്പെട്ട നിധിയായിരുന്നു, ഫഅഹ്ബബ്തു അൻ ഉറഫ, ഞാൻ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചു. അല്ല പറയാണ് ഞാനൊരു മറയ്ക്കപ്പെട്ട നിധിയായിരുന്നു, ഞാൻ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചു. അള്ളാഹുവിന് ആഗ്രഹമുണ്ടായി, അള്ളാഹു ആഗ്രഹിച്ചു അവൻ അറിയപ്പെടണമെന്ന്. അപ്പൊ അള്ളാഹ് എന്താ ചെയ്തേ? ഫഖലഖ്തുൽ ഖൽഖ, ഞാൻ അൽ ഖൽഖിനെ സൃഷ്ടിച്ചു. ഞാൻ സൃഷ്ടികളെ മൊത്തം സൃഷ്ടിച്ചു എന്നല്ല പറഞ്ഞത്, ഞാൻ ഖലാഇഖിനെ മൊത്തം സൃഷ്ടിച്ചു എന്നല്ല പറഞ്ഞത്. അൽ ഖൽഖ്, ആ പ്രത്യേകമായ സൃഷ്ടിയെ ഞാൻ സൃഷ്ടിച്ചു. ഏതാ പ്രത്യേകമായ സൃഷ്ടി? അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു,
അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ പറയുകയാണ്, മുഹമ്മദിന്റെ ആത്മാവ് ഏതൊരു രക്ഷിതാവിലാണോ ആ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് നിങ്ങളുടെ പ്രവാചകന്റെ പ്രകാശമാണ്. അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പ്രകാശമാണ്. ആ പ്രകാശത്തിൽ നിന്നാണ് അള്ളാഹു സർവസ്വത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ആ പ്രകാശത്തിൽ നിന്നാണ് ആകാശം സൃഷ്ടിക്കപ്പെട്ടത്, ഭൂമി സൃഷ്ടിക്കപ്പെട്ടത്, നക്ഷത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്, പക്ഷിപർവാദികൾ സൃഷ്ടിക്കപ്പെട്ടത്, വൃക്ഷലതാദികൾ സൃഷ്ടിക്കപ്പെട്ടത്, അലറി വിളിക്കുന്ന ലവാലകളോടുകൂടിയ കടൽ സൃഷ്ടിക്കപ്പെട്ടത്, കടലിന്റെ അഗാധതയിലുള്ള ലക്ഷോപലക്ഷം ജീവജാലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്, അനന്തവിശാലമായ ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പവും 33 ലക്ഷം ഇരട്ടി ഭാരവും 109 ഇരട്ടി വ്യാസവുമുള്ള സൂര്യൻ ഉൾപ്പെടെ സൂര്യനേക്കാൾ കോടി ഇരട്ടി വലിപ്പമുള്ള മറ്റ് നക്ഷത്രങ്ങൾ ഉൾപ്പെടെ സർവ്വതും സൃഷ്ടിക്കപ്പെട്ടത്, മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്, മീകായിൽ സൃഷ്ടിക്കപ്പെട്ടത്, ഇസ്രാഫീൽ സൃഷ്ടിക്കപ്പെട്ടത്, അസ്റായിൽ സൃഷ്ടിക്കപ്പെട്ടത്, അബുൽ ബശർ ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും യൂസുഫ് നബി അലൈഹിസ്സലാം, ലോക ചക്രവർത്തിയായിരുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമും സർവ പ്രവാചകന്മാരും സർവ മനുഷ്യരും സർവ ജീവജാലങ്ങളും സർവചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിൽ നിന്നാണ്. സർവ്വതും സൃഷ്ടിക്കപ്പെട്ടത് മുത്തളിയുടെ പ്രകാശത്തിൽ നിന്ന്. സർവ്വ സൃഷ്ടിപ്പിനും കാരണക്കാരൻ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല അവന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അധികം ആദരിച്ചത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹു ഭൂമിയിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമല്ല. നൂറുകണക്കിന് വേദികളിൽ ഞാൻ പ്രസംഗിച്ചതാണ്. അല്ലാഹു ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലമേതാ? അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം. അല്ലാഹു കഅബാലയത്തിന് ഒരുപാട് പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ബഹുമാനം കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആദരവുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അല്ലാഹു അവന്റെ പുണ്യ വീടായ കഅബാലയത്തെക്കാൾ ഇഷ്ടപ്പെടുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറിന്റെയും ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയാണ് അല്ലാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. അല്ലാഹു ദുനിയാവിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം റൗള ഷരീഫാണ്. അതുകൊണ്ട് തന്നെ ആ റൗള ഷരീഫാണ് ലോകത്തെ ഏറ്റവും തിരക്ക് പിടിച്ച സ്ഥലവും ആ റൗള ഷരീഫാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ദുനിയാവിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു സ്ഥലത്തൊന്ന് ഇരുന്ന് കിട്ടാൻ വേണ്ടി അടികൊള്ളാൻ തയ്യാറാണെങ്കിൽ ആര് പിടിച്ചു തള്ളിയാലും വേണ്ടില്ല, അവിടെ ഒന്ന് കയറി കിട്ടണം. ആരെങ്കിലും ഒന്ന് മാറുമ്പോഴേക്ക് ഒരു 2 റക്അത്ത് അവിടെ നമസ്കരിക്കണം, ഒരു 2 മിനിറ്റ് അവിടെ നിരിക്കണം, അവിടെ ഇരുന്നൊന്ന് സ്വലാത്ത് ചൊല്ലണം, ഒന്ന് ദുആ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ദുനിയാവിലെ കോടാനുകോടി മനുഷ്യർ ആഗ്രഹിക്കുന്ന സ്ഥലം റൗള ഷരീഫാണ്. ആ റൗള ഷരീഫിന് തുല്യമായി മുഅ്മിനീങ്ങൾ ഒന്നിരുന്ന് കിട്ടാൻ ആഗ്രഹിക്കുന്ന, ഒരാളൊന്ന് മാറിയാൽ അടുത്ത ആളങ്ങോട്ട് കയറുന്ന, അയാളൊന്ന് മാറിയാൽ ആ സ്ഥലത്ത് 1 ഇഞ്ച് സ്ഥലം കിട്ടിയാൽ ആ 1 ഇഞ്ച് സ്ഥലം 1 അടി സ്ഥലമാക്കി മാറ്റിയെടുത്തുകൊണ്ട് അവിടെ നിന്നൊന്ന് നിസ്കരിക്കാൻ, അവിടെ നിന്നൊന്ന് ദുആ ചെയ്യാൻ ഇങ്ങനെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ടോ? ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തെ മനുഷ്യർ മാത്രമാണോ? മക്കയിലെ മനുഷ്യർ മാത്രമാണോ അത് ആഗ്രഹിക്കുന്നത്? മദീനയിലെ മനുഷ്യർ മാത്രമാണോ അത് ആഗ്രഹിക്കുന്നത്? ഇന്തോനേഷ്യയിലെ മനുഷ്യർ മാത്രമാണോ ആഗ്രഹിക്കുന്നത്? മലേഷ്യയിലെ മനുഷ്യർ മാത്രമാണോ ആഗ്രഹിക്കുന്നത്? വെളുത്ത വെള്ളാരങ്കല്ല് പോലിരിക്കുന്ന യൂറോപ്യനും കറുത്ത കരിക്കട്ട പോലെ സ്ട്രിങ് പോലെ ചുരുണ്ട മുടികളും പത്തിരി പോലെ പരന്ന മൂക്കുമുള്ള ആഫ്രിക്കക്കാരനും എല്ലാവരും തള്ളുകയാണ് അവിടെ ഒരു അല്പസമയം ഒന്നിരുന്ന് കിട്ടാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗള ഷരീഫില്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സന്ദർശിക്കപ്പെടുന്നത് പോലെ ലോകത്താരുടെയെങ്കിലും ഖബർ സന്ദർശിക്കപ്പെടുന്നുണ്ടോ? ആദം നബിയുടെ ഖബർ സന്ദർശിക്കപ്പെടുന്നോ? മൂസാ നബിയുടെ ഖബർ സന്ദർശിക്കപ്പെടുന്നോ? ഈസാ നബിയുടെ ഖബർ സന്ദർശിക്കപ്പെടുന്നോ? ലോകത്തെ ഏതെങ്കിലും ആചാര്യന്മാരുടെ ഖബർ സന്ദർശിക്കപ്പെടുന്നുണ്ടോ? ഗാന്ധിജിയുടെ ഖബറിടം സന്ദർശിക്കപ്പെടുന്നോ? മാർക്സിന്റെ ഖബറിടം സന്ദർശിക്കപ്പെടുന്നോ? അതല്ലെങ്കിൽ ലെനിന്റെ ശവകുടീരം സന്ദർശിക്കപ്പെടുന്നോ? ലോക ചരിത്രത്തിലെ ആരുടെയെങ്കിലും ശവകുടീരങ്ങൾ, ആരുടെയെങ്കിലും ശവകുടീരത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിലയ്ക്കാത്ത ഒരു മനുഷ്യ പ്രവാഹമുണ്ടോ മക്കളെ? അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫിലേക്കല്ലാതെ പ്രവാചക പ്രഭുവിന്റെ ഖബറിന്റെ മുന്നിൽ 1 മിനിറ്റ് സമയമെങ്കിലും ആളില്ല
അറിയാത്തത് കൊണ്ട് ആ ബാബുസലാമിന്റെ ഗേറ്റൊന്ന് പൂട്ടിയിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് സന്ദർശകരില്ല, അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഇന്ന് സന്ദർശകരില്ലാത്ത ദിവസമായതുകൊണ്ട് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? ഒരു ദിവസം സന്ദർശകരില്ലാത്ത ദിവസമുണ്ടോ? ഒരു പകല് സന്ദർശകരില്ലാത്തതുണ്ടോ? ഒരു രാത്രി സന്ദർശകരില്ലാത്തതുണ്ടോ? ഒരു മണിക്കൂർ സന്ദർശകരില്ലാത്തതുണ്ടോ? ഒരു മിനിറ്റ് സന്ദർശകരില്ലാത്ത സമയമുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളാ ശരീഫിലേക്ക് മനുഷ്യന്റെ കാലടികൾ മുന്നോട്ട് പോകാത്ത ഏതെങ്കിലും ഒരു സെക്കൻഡ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവമില്ല. ഹബീബായ നബിയെ സന്ദർശിക്കാൻ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് കോടാനുകോടി മനുഷ്യർ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് വരികയാണ്. അവിടെ ആരും ഉറക്കെ സംസാരിക്കുന്നില്ല, അവിടെ ആരും ഒച്ചയിടുന്നില്ല, അവിടെ ആരും വഴക്കുണ്ടാക്കുന്നില്ല, അവിടെ ആരും തർക്കിക്കുന്നില്ല, അവിടെ ആരും സംഘടനാ ചർച്ച നടത്തുന്നില്ല, അവിടെ ആരും രാഷ്ട്രത്തിന്റെ ചർച്ചകൾ നടത്തുന്നില്ല, അവിടെ ആരും ഒരു തരത്തിലുള്ള സംഭാഷണങ്ങളും ദുനിയാവിനോട് ബന്ധപ്പെട്ട് നടത്തുന്നില്ല. അവിടെ വരുന്ന അമേരിക്കക്കാരന്റെ ചുണ്ട് ചലിക്കുന്നത്, അവിടെ വരുന്ന ആഫ്രിക്കക്കാരന്റെ ചുണ്ട് ചലിക്കുന്നത്, അവിടെ വരുന്ന ഇന്തോനേഷ്യക്കാരന്റെ ചുണ്ട് ചലിക്കുന്നത്, അവിടെ വരുന്ന മലേഷ്യക്കാരന്റെ ചുണ്ട് ചലിക്കുന്നത്, അവിടെ വരുന്ന ഇന്ത്യക്കാരന്റെ ചുണ്ട് ചലിക്കുന്നത്, ചൈനക്കാരന്റെ ചുണ്ട് ചലിക്കുന്നത്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാഹ്. ഈ സലാം പറയാൻ മാത്രമാ, ഈ സലാം സ്വലാത്തും കൊണ്ട് അവിടെ മുഖരിതമാ. അവിടെ ഒന്ന് നിന്ന് കിട്ടാൻ, അവിടെ ഒരു നിമിഷം ഒന്ന് നിന്ന് കിട്ടാൻ, ആ ഭിത്തിയിലൊന്ന് തൊടാൻ, ആ പരിസരത്തൊന്ന് എത്താൻ, ആ സുഗന്ധമൊന്ന് ആവാഹിക്കാൻ, ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് വരുന്ന മനുഷ്യനായാലും കോടിയുടെ സ്വത്തുള്ള 4000-ത്തിലധികം മുറികളുള്ള കൊട്ടാരത്തിൽ താമസിക്കുന്ന ബ്രൂണൈ സുൽത്താൻ സർമൂദ ഹസൻ വന്നാലും പള്ളിശ്ശേരിക്ക് പള്ളിയുടെ പരിസരത്തെ ചെറ്റക്കൂരയിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ അവിടെ എത്തിയാലും രണ്ടുപേർക്കും അവിടെയുള്ള തുല്യത്വം, അവിടെയുള്ള തുല്യമായ സ്വഭാവം, അവിടെ രണ്ടുപേരും ചെയ്യുന്നത് എന്താ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുന്നിൽ വന്നിട്ട് സ്വലാത്ത് ചൊല്ലുകയാ, സലാം പറയുകയാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ ഈ മഹത്വം ലോകത്ത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഇങ്ങനൊരു മഹത്വം കിട്ടിയിട്ടുണ്ടോ? ഇങ്ങനൊരു ആദരവ് കിട്ടിയിട്ടുണ്ടോ? ഇങ്ങനെ ബഹുമാനിച്ചിട്ടുണ്ടോ? എല്ലാ സൃഷ്ടികളും ബഹുമാനിക്കുന്ന, എല്ലാ മനുഷ്യരും ബഹുമാനിക്കുന്ന, എല്ലാ മുഅ്മിനീങ്ങളും ബഹുമാനിക്കുന്ന, എല്ലാ മലക്കുകളും ബഹുമാനിക്കുന്ന, മലക്കുകളുടെ മൊത്തം രാജാവായ, എല്ലാ മലക്കുകളുടെയും പ്രിയപ്പെട്ട നേതാവായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന പദവി എന്താണെന്നറിയോ? തന്റെ പേരിനോട് ചേർത്ത് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആഗ്രഹിക്കുന്നത് തന്റെ പേര് മലക്കുകളുടെ നേതാവെന്നറിയപ്പെടാൻ വേണ്ടിയല്ല, വാനലോകത്തെ രാജാവെന്നറിയപ്പെടാൻ വേണ്ടിയല്ല, സർവ്വ പ്രവാചകന്മാർക്കും നുബുവത്ത് എത്തിച്ചു കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ ആളെന്നറിയപ്പെടാൻ വേണ്ടിയല്ല. പിന്നെ ജിബ്രീൽ ഏറ്റവും ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? വല്ലാഹു ആസിമുഹു വജിബ്രീലു ഖാദിമുഹു. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമാണ്, സേവകനാണെന്ന് അറിയപ്പെടാനാണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? ഞാൻ റസൂലുള്ളാഹിന്റെ സേവകനാണെന്ന് പറയപ്പെടുന്നതാണ് ആഗ്രഹിക്കുന്നത്. ഈ മഹാഭാഗ്യം കിട്ടിയ ഈ മഹാവ്യക്തിത്വത്തിന്റെ ഉടമ. പലപ്പോഴും ഞാൻ എന്റെ നൂറുകണക്കിന് വേദികളിൽ എന്റെ സഹോദരങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാ നബിമാരും ആഗ്രഹിച്ചു, എല്ലാ പ്രവാചകന്മാരും അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചു, എല്ലാവരും അല്ലാഹു തആലയുടെ തൃപ്തിയും അവന്റെ പൊരുത്തവും ആഗ്രഹിച്ചതിനെ പറ്റി വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല പറയുന്നു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക്, മസ്ജിദുൽ അഖ്സയിൽ
കഅബയിലേക്ക് ഖിബിലയാക്കി തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പുണ്യ ഭൂമുഖം കഅബ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന് നേരെ മസ്ജിദുൽ അഖ്സയ്ക്ക് നേരെ തിരിഞ്ഞ് അത് ഖിബിലയായി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചക പ്രഭുവിന്റെ വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരംഗത്തൊരു ചെറിയ മോഹം അങ്കുരിച്ചു. എന്താണ് ആ മോഹം? പടച്ചവനെ, എന്റെ നാടായ, ഞാൻ പിറന്ന നാടായ ഈ പുണ്യഭൂമിയിലെ ആദ്യത്തെ വീടായ പരിശുദ്ധമായ കഅബാലയം, ആ കഅബാലയം എനിക്ക് ഖിബിലയായി കിട്ടിയിരുന്നെങ്കിൽ എനിക്കും എന്റെ ഉമ്മത്തികൾക്കും കഅബയ്ക്ക് നേരെ തിരിഞ്ഞു നിന്ന് നിസ്കരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നെങ്കിലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹൃദയാന്തരാളങ്ങളിൽ ഒരാഗ്രഹം ഒന്നങ്കുരിച്ചപ്പോൾ ആ ആഗ്രഹം അപ്പടിയെ മനസ്സിലാക്കാൻ അറിയാൻ കഴിയുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു നിമിഷം താമസിക്കാതെ പറയുകയാ, വലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ. അല്ലാഹു നിശ്ചയിച്ച ആ ഖിബ്ലയായ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുമ്പോൾ ഖിബ്ല കഅബാലയമായിരുന്നെങ്കിൽ എന്ന് റസൂലുള്ളാഹി ഒന്ന് ആഗ്രഹിക്കേണ്ട താമസം അപ്പോൾ അല്ലാഹുവിന്റെ അർശ് ചലിക്കുകയാ, അല്ലാഹുവിന്റെ തീരുമാനം മാറുകയാ. മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീലിനെ നിയോഗിക്കുകയാ. എന്നിട്ട് വന്നിട്ട് പറയുകയാ, വലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ. ഞാൻ നിശ്ചയിച്ച ഖിബ്ല മസ്ജിദുൽ അഖ്സയാണ്, അങ്ങ് തൃപ്തിപ്പെടുന്ന ഖിബ്ല കഅബയാണ്. അതുകൊണ്ട് നബിയേ, അങ്ങ് തൃപ്തിപ്പെടുന്ന ഖിബ്ലയിലേക്ക് അങ്ങേ നാം തിരിക്കുന്നതാണ് നബിയേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം കിട്ടിയ റസൂലുള്ളാഹ്, ഈ ഭാഗ്യം മൊത്തം കിട്ടിയ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പഴയ കാലത്തെ വാളുകളിലെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ തലയിൽ നിന്നൊരു ചാണുയരത്തിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന കട്ടിച്ചെമ്പ് കൊണ്ട് നിർമ്മിതമായ മഹ്ശറ എന്ന അതിഭീകരമായ പ്രപഞ്ചത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും അത്രയും ചൂടുള്ള ഒരു തറ ആർക്കും അഭിമുഖീകരിക്കേണ്ടി വരില്ല. അത്ര കഠിനമായ കട്ടിച്ചെമ്പ് കൊണ്ട് നിർമ്മിതമായ വെട്ടിത്തിളയ്ക്കുന്ന ചൂടുള്ള തറയിൽ ഓരോ മനുഷ്യനും അവരുടെ പാപത്തിന്റെ കണക്കനുസരിച്ച് ചിലരുടെ പാദങ്കാല് വരെ, ചിലരുടെ മുട്ടുവരെ, ചിലരുടെ അരവരെ ഇങ്ങനെ വിയർക്കുകയാണ്. വിയർപ്പ് ചിലരുടെ അരവരെ എത്തുന്നു, ചിലരുടെ നെഞ്ചുവരെ വിയർപ്പെത്തുന്നു, ചിലരുടെ കഴുത്ത് വരെ വിയർപ്പെത്തുന്നു. പാപത്തിന്റെ വർധനവനുസരിച്ച് ചിലര് വെട്ടിത്തിളയ്ക്കുന്ന വിയർപ്പിനകത്ത് മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നു. ആ വിയർപ്പിൽ കിടന്നിങ്ങനെ മനുഷ്യൻ മുങ്ങിത്താണുകൊണ്ടിരിക്കുക. അതിഭീകരമായ ചൂടാ, അതിഭീകരമായ ചൂടാ. ആർക്കും ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത തറയാണ് മക്കളെ, ആർക്കും ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത ചൂടാണ്. അബ്ദുൽ നാസർ മഅ്ദനിക്കൊരു വിഷമം വന്നപ്പോൾ നാല് ഭാഗത്തുനിന്നും ഓടിക്കൂടുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നോമന സഹോദരങ്ങളുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അവിടെ വെച്ച് മഅ്ദനിയുടെ കാര്യം നോക്കാൻ കഴിയില്ല മക്കളെ. അവിടെ വെച്ച് മഅ്ദനിക്ക് നിങ്ങളുടെ കാര്യവും നോക്കാൻ കഴിയില്ല മക്കളെ. ഓരോ മണിക്കൂറിലും 2ഉം 3ഉം വട്ടം ഫോൺ ചെയ്ത് എന്തായി ഉസ്താദേ, എന്തായി എന്തായി എന്ന് ചോദിച്ച് മനസ്സിലൊന്ന് കാണാൻ പോലും, അടുത്തൊന്ന് വരാനും കാണാനുമുള്ള ഭാഗ്യം പോലും നിഷേധിക്കപ്പെട്ട് എറണാകുളത്തെ വീട്ടിലിരുന്നു കൊണ്ട് ഓരോ വാർത്തകളും ടിവിയിൽ കാണുമ്പോൾ അപ്പോഴും ഫോൺ വിളിച്ചിട്ട് എന്തായി എന്തായി എന്ന് ചോദിച്ചുകൊണ്ട് ഓരോ നിമിഷവും മഅ്ദനിയെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ സൂഫിയയ്ക്ക് അവിടെ വെച്ചെന്നെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല മക്കളെ. എനിക്ക് സൂഫിയായിക്ക് വേണ്ടി വാദിക്കാൻ കഴിയില്ല മക്കളെ. എന്റെ പൊന്നോമന മക്കൾ പറഞ്ഞു, അയ്യൂബിക്കും വേണ്ടി എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, ആർക്കു വേണ്ടിയും എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. ആരുടെയും അവസ്ഥ എന്താണെന്ന് എനിക്ക് നോക്കാൻ കഴിയില്ല, എന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും നോക്കാൻ കഴിയില്ല, ആർക്കും ആരെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഓരോരുത്തരും എല്ലാവരും എന്റെ ശരീരമേ, എന്റെ ശരീരമേ, ഈ അതികഠിനമായ ചൂടിൽ നിന്ന് ഞാൻ എങ്ങനെയാവുന്ന രക്ഷപ്പെടുക? എന്റെ അവസ്ഥ എന്താ, എന്റെ അവസ്ഥ എന്താ? എനിക്കെങ്ങനെയാ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുക? ആരാ എന്നെ ഇവിടുന്ന് സഹായിക്കാൻ വരിക എന്ന് ചോദിച്ചുകൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ പരിഭ്രാന്തിയോടുകൂടി ഓടുന്ന രംഗമുണ്ടല്ലോ, കാലുകൾ വിറയ്ക്കുന്ന രംഗമുണ്ടല്ലോ, കാലുകൾ കൂട്ടിപ്പിടയുന്ന രംഗമുണ്ടല്ലോ. അതികഠിനമായ ചൂടിന്റെ കാഠിന്യം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യൻ പരിഭ്രാന്തനായി ഓടുന്ന മഹ്ശറയുണ്ടല്ലോ. ആ മഹ്ശറയിൽ വെച്ച് മഹാനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാം മുതൽ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം വരെയുള്ള ഒരൊറ്റ പ്രവാചക പ്രവരർക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ, ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ. ഒരു രാഷ്ട്രീയ മേലാളന്മാർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ. ഒരുത്തന്റെയും ഒരു അധികാരവും വിനിയോഗിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ. ഒരു പ്രധാനമന്ത്രിക്ക്
പ്രധാനമന്ത്രിക്കും ആ കസേര കിട്ടാത്ത ദിവസം, ഒരു ആഭ്യന്തരമന്ത്രിക്കും ആ കസേര കിട്ടാത്ത ദിവസം, ഒരു ആഭ്യന്തര സെക്രട്ടറിക്കും ആ കസേര കിട്ടാത്ത ദിവസം, ഒരു പോലീസ് മേലാളന്മാർക്കും കസേര കിട്ടാത്ത ദിവസം, ആർക്കും ആരുടെയും അധികാരം കാണിക്കാൻ പറ്റാത്ത ദിവസം, അവിടെ അല്ലാഹു ചോദിക്കയാ ലിമനിൽ മുൽക്കുൽ യൗം, ലിമനിൽ മുൽക്കുൽ യൗം, ലിമനിൽ മുൽക്കുൽ യൗം. ആർക്കാണോ ഇന്ന് അധികാരമുള്ളത്? ആർക്കെങ്കിലും അധികാരമുണ്ടോ? ആർക്കെങ്കിലും അധികാരമുണ്ടോ? ലോകം വിരൽത്തുമ്പിനുള്ളിൽ ചുറ്റിക്കൊണ്ട് നടക്കുന്നു എന്ന് കരുതുന്ന എത്രയോ പാവപ്പെട്ടവരെ ഇറാഖിലിട്ട് അതികഠിനമായി പീഡിപ്പിക്കുന്ന അബൂഗരീബിലെ തടങ്കൽ പാളയത്തിൽ നിരപരാധികളുടെ രക്തം കൊണ്ട് ഹോളി കളിക്കുന്ന ഗോണ്ടനാമയിലെ തടങ്കൽ പാളയത്തിൽ നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന, ലോകത്തെ നിരപരാധികളെ കൊന്നൊടുക്കുന്ന അങ്ങകലെ ഏതോ ആരോ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തു എന്നതിന്റെ പേരില് അഫ്ഗാനിലും ഇറാഖിലും കൂടി 15 ലക്ഷം നിരപരാധികളെ കൊന്നൊടുക്കിയ, കോടാനുകോടികളുടെ കെട്ടിടങ്ങൾ തകർത്ത, നൂറുകണക്കിന് സ്കൂളുകൾ തകർത്ത, നൂറുകണക്കിന് എണ്ണ ടാങ്കുകൾ നശിപ്പിച്ച, നൂറുകണക്കിന് എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ ഇന്നും ഇറാഖിലെ പാവപ്പെട്ട പെൺകുട്ടികളെ, നിരപരാധികളായ സുന്ദരികളായ പെൺകുട്ടികളെ വീടിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തുമ്പോൾ അതിനെതിരെ ഒന്നുറക്ക ശബ്ദിക്കുന്ന ഇറാഖിലെ രക്തത്തുളിപ്പുള്ള ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അബൂഗരീബിലിട്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന എത്രയെത്രയോ നിരപരാധികളെ ലോകത്തിന്റെ നാനാഭാഗത്തും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക എന്ന ലോകത്തെ ഏറ്റവും വലിയ ഭീകരരാഷ്ട്രത്തിന്റെ തലവനായിരുന്ന ജോർജ് ബുഷിന് അവിടെ അധികാരമുണ്ടോ മക്കളെ? ബറാക് ഒബാമയ്ക്ക് അധികാരമുണ്ടോ മക്കളെ? അധികാരമുണ്ടോ? ഇല്ല, ആർക്കും അധികാരമില്ല. കാശ്മീരിന്റെ തെരുവോരങ്ങളിലേക്ക് പട്ടാളത്തെ അഴിച്ചുവിട്ടുകൊണ്ട് കാശ്മീരിലെ നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നതിന് അധികാരമുണ്ടോ മക്കളെ? അധികാരമില്ല, അധികാരമില്ല. കള്ളപ്പോലീസുകാർക്ക് കള്ളത്തെളിവുകൾ ഉണ്ടാക്കി വിനീതനായ മഹദനിയെ ജയിലിലടയ്ക്കാൻ വേണ്ടി കള്ളത്തെളിവുകളും ഗൂഢാലോചനകളും മെനയുന്ന യെദ്യൂരപ്പയ്ക്ക് അധികാരമുണ്ടോ മക്കളെ? ഇല്ല. കർണാടകയിലെ ആചാര്യ എന്ന ആഭ്യന്തരമന്ത്രിക്ക് അധികാരമുണ്ടോ? ഇല്ല. ബാംഗ്ലൂരിലെ സിറ്റി പോലീസ് കമ്മീഷണർ ബദ്രിക്ക് അധികാരമുണ്ടോ? ഇല്ല. കള്ളക്കേസുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അലോക് കുമാറിനും ഓംകാരയ്യയ്ക്കും അധികാരമുണ്ടോ? ഇല്ല. ലോകത്തൊരുത്തനും അധികാരമില്ല. അല്ലാഹു ചോദിക്കുന്നു ലിമനിൽ മുൽക്കുൽ യൗം. ആർക്കാണടാ ഇന്ന് അധികാരമുള്ളത്? ഒരുത്തനും അധികാരമില്ല. എല്ലാ സിംഹാസനങ്ങളും തകർക്കപ്പെട്ടിട്ട്, എല്ലാ ചെങ്കോലുകളും വലിച്ചെറിയപ്പെട്ടിട്ട്, എല്ലാ കിരീടങ്ങളും ചവറ്റുകൊട്ടയിലിട്ടിട്ട് അതികഠിനമായ മഹ്ശറയുടെ ഭീകരതയിൽ ഒരു ചാൺ തുണി പോലും ഉടുക്കാതെ, ഒരു നൂലുകൊണ്ട് പോലും നാണം മറയ്ക്കാതെ, ഒരു നൂലുകൊണ്ട് പോലും നാണം മറയ്ക്കാതെ, നാഴികയ്ക്ക് 40 വട്ടം ടിവിയിൽ കാണുന്ന 100 പരസ്യങ്ങൾ അനുസരിച്ച് വാങ്ങിയിടുന്ന ഒരൊറ്റ ചെരുപ്പും ധരിക്കാൻ കഴിയാതെ നഗ്നപാതനായിട്ട് നിൽക്കുന്ന മഹ്ശറ, ആ ഭീകരമായ ചൂടുകൊണ്ട് വിയർത്തൊഴുകുന്ന മഹ്ശറ, തലയിൽ നിന്നൊരു ചാണുയരത്തിൽ സൂര്യനിച്ചു നിൽക്കുന്ന മഹ്ശറ, എല്ലാ ഭീകരതയും അനുഭവിക്കേണ്ടി വരുന്ന ആ സമയത്ത് അല്ലാഹു പറയുകയാ, അധികാരമാർക്കാ? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. സർവാധിപതിയായ എല്ലാവരെയും അടിച്ചമർത്തി ഭരിക്കുന്ന വാഹിദാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമാണ് അധികാരം. ആ ദിവസമുണ്ടല്ലോ, ആരും സഹായിക്കാൻ പറ്റാത്ത ദിവസം, ആർക്കും അനങ്ങാൻ പറ്റാത്ത ദിവസം, ഓരോ പ്രവാചകരും എന്റെ ശരീരമേ, എന്റെ ശരീരമേ, എന്റെ അവസ്ഥ എന്താണ്, എന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചിരിക്കുന്ന ദിവസം. ആ ദിവസം കോടാനുകോടി വരുന്ന പ്രിയപ്പെട്ട അനുയായികൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ അർശിന്റെ കീഴിൽ സുജൂദിൽ വീണ് ഈ അനുയായികളെ രക്ഷപ്പെടുത്തിയാലല്ലാതെ ഈ സുജൂദിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കില്ലെന്ന് പറഞ്ഞ് റബ്ബിന്റെ സമക്ഷത്തിൽ സുജൂദിൽ വീഴാൻ അനുവാദമുള്ള, എന്നിട്ട് അല്ലാഹു തആല തന്റെ ഉമ്മത്തികളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞതിന് ശേഷം ആ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്ന അന്നത്തെ ദിവസം ശഫാഅത്തിന് ശുപാർശയ്ക്ക് അധികാരമുള്ള ഒരൊറ്റ നേതാവായ, ഒരൊറ്റ വ്യക്തിയായ, ഒരൊറ്റ സൃഷ്ടിയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, ഈ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇതിന് തുല്യമായി നിങ്ങൾക്ക് ആരെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും പറയാനുണ്ടോ? ലോകത്ത് ആർക്കെങ്കിലും പറയാനുണ്ടോ? ഞാൻ എപ്പോഴെല്ലാം അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമോ അപ്പോഴെല്ലാം അദ്ദേഹത്തോടുള്ള എന്റെ ബഹുമാനം കൂടിക്കൊണ്ടിരിക്കുമെന്ന് ആനി ബസന്റ് പറഞ്ഞ, ലോകം മൊത്തം വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ.
അള്ളാഹ്ക്ക് റസൂലുള്ള അല്ലാതെ അള്ളാഹ്ക്ക് വേറെ റസൂലുള്ളാഹിയോട് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ മക്കളെ തായിഫിന്റെ തെരുവോരത്തിൽ കിടന്ന് തെണ്ടിപ്പിള്ളാരുടെ കല്ലേറുകൊണ്ടത്. ആ റസൂലുള്ളയാണ് തായിഫിൽ ഏറുകൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകിയത്. ആ റസൂലുള്ളയാണ് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ച് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പോയി വെള്ളം കൊണ്ടുവാ സയ്യിദേ എവിടുന്നെങ്കിലും എന്ന് പറഞ്ഞിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു തായിഫിലെ ഓരോ വീടുകൾക്ക് മുന്നിലും പാത്രവുമായിട്ട് എത്തുമ്പോൾ ഇല്ല, ആ ഭ്രാന്തന് കുടിക്കാൻ ഞങ്ങൾ വെള്ളം തരില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ദാഹിച്ചിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വെള്ളമില്ലാതെ വരാൻ അള്ളാഹിന്റെ ഹബീബിന്റെ അടുക്കൽ വന്ന് എങ്ങനെ വെള്ളം കിട്ടിയില്ല എന്ന് പറയും. ആ വേദന കൊണ്ട് പാത്രം ദൂരെ എന്ന് വരുമ്പോഴേ പാത്രം ഇങ്ങനെ തിരിച്ചു പിടിച്ച് വെള്ളം കിട്ടിയില്ല എന്ന് പറയാനുള്ള വിഷമം കൊണ്ട് റസൂലുള്ളാഹി അറിഞ്ഞോട്ടെ, മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ട് പാത്രം തിരിച്ചു പിടിച്ച് അള്ളാഹിന്റെ ഹബീബിന്റെ തൊണ്ട വരണ്ടപ്പോൾ, അവിടുത്തെ ചുണ്ടുണങ്ങിയപ്പോൾ, അവിടുത്തെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുമ്പോൾ ഒരിറ്റു വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ച മുത്തോളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടാതിരുന്നു. ഭയങ്കര ചൂട്, ഷുഗറുള്ളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇത്രയും വിഷമം സഹിച്ചത്. ഞാനിവിടെ കഴിഞ്ഞ ജുമായിക്ക് മുമ്പത്തെ ജുമായിൽ സൂചിപ്പിച്ചതുപോലെ ആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, തായിഫിൽ പരിശുദ്ധ ഹജ്ജിന് പോകുമ്പോ തായിഫിൽ പോകാനുള്ള അവസരം സാധാരണ നിലയിൽ കിട്ടാറില്ല, അനുമതി കിട്ടാറില്ല. പക്ഷേ അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് വിനീതനായ എനിക്ക് പ്രത്യേകമായ ഒരു പെർമിഷൻ കിട്ടി. തായിഫിൽ എനിക്ക് നൽകിയ സ്വീകരണ യോഗത്തിന് പങ്കെടുത്തു, തായിഫിൽ പ്രസംഗിച്ചു. ആ തായിഫിൽ അള്ളാഹുവിന്റെ ഹബീബ് ഏറുകൊണ്ടിട്ട് വന്നിരുന്ന സ്ഥലം കണ്ടു. ആ സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ട കാഴ്ച ഞാൻ പലപ്പോഴും പറഞ്ഞു. അവിടെ നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ചെങ്കുത്തായി കിടക്കുന്ന കുത്തനെ കിടക്കുന്ന പാറ, ആ പാറ ഇങ്ങനെ കുത്തനെ കിടക്കുന്ന പാറയിലെ മുകളിൽ നിന്ന് ഒരുപാട് ആനയുടെ വലിപ്പമുള്ള, ഒന്നിലധികം ആനകളുടെ വലിപ്പമുള്ള വലിയ പാറക്കല്ല്, മുകളിൽ നിന്ന് ശത്രുക്കൾ ഉരുട്ടിയിട്ട പാറക്കല്ല്, ആ ഉരുട്ടിയിട്ട പാറക്കല്ല് ഇങ്ങനെ ഉരുണ്ടു വന്നിട്ട് ആ പാറയുടെ ചെങ്കുത്തായി കിടക്കുന്ന പാറയുടെ നടുവിൽ വന്ന് ഒരു കഷണം ചെറിയ കല്ല് പോലും സൈഡിൽ വെക്കാതെ ആരോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് പോലെ ആ പാറ ഇങ്ങനെ ഉരുണ്ടു വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാ. 1400 കൊല്ലമായിട്ടും ലോകാന്ത്യം വരെയുള്ള സർവ്വവിശ്വാസികൾക്കും ദൃഷ്ടാന്തമായിട്ട് ആ ഉരുട്ടിയിടപ്പെട്ട പാറ ഇങ്ങനെ നിൽക്കുകയാണ്. അതൊന്ന് തൊട്ടാൽ താഴെ വീഴുമെന്ന് തോന്നുന്ന നിലയിൽ അതിങ്ങനെ നിൽക്കുകയാ. ആ പാറയാണ് അല്ലാഹുവിന്റെ ഹബീബിനെ ലക്ഷ്യം വെച്ച് ഉരുട്ടിയിട്ട പാറ. ആ പാറയെങ്ങാനും ഇങ്ങ് താഴേക്ക് വന്നിരുന്നെങ്കിൽ, ആ പാറയെങ്ങാനും ആ പുണ്യ ശിരസിൽ വന്ന് തട്ടിയിരുന്നെങ്കിൽ, ആ പുണ്യ ശരീരത്ത് വന്ന് തട്ടിയിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷണം എല്ലുപോലും എടുത്തു മാറ്റാൻ കഴിയാതെ ആ ശരീരം ഭസ്മീകരിക്കപ്പെട്ടു പോകുമായിരുന്നു. പക്ഷേ ചരിത്രം മറ്റൊന്നിനു വേണ്ടി കാത്തിരുന്നത് കൊണ്ട് ആ ചരിത്ര പുരുഷനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുകയാ. വെള്ളം കുടിക്കാൻ കിട്ടാത്തപ്പോഴും, കല്ലേറ് കൊണ്ടപ്പോഴും, കണ്ണുനീരൊഴുകുമ്പോഴും, ഷഅബി താലിബിന് 3 കൊല്ലം പച്ചലയും പച്ചവെള്ളവും കഴിച്ച് കഴിയേണ്ടി വന്നപ്പോഴും പച്ചവെള്ളവും പച്ചലയും മാത്രം കഴിച്ച് കഴിഞ്ഞ് അവസാനം വിശപ്പും ദാഹവും സഹിക്കാനാവാതെ നാക്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു ചേഞ്ചിന് വേണ്ടി അവസാനം റസൂലുള്ളാഹി ഈ വെള്ളവും എലന്തമരത്തിന്റെ ഇലയും പച്ചവെള്ളവും മാത്രം കുടിച്ച് മരവിച്ച നാവിന് ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അവസാനം അതാ റസൂലുള്ളാഹി വെള്ളമെടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന തോലിന്റെ ബക്കറ്റ്, ആ തോലിന്റെ ബക്കറ്റ് കുറച്ച് ആ തോല് മുറിച്ചു മടുത്തിട്ട് അത് പീസാക്കി മുറിച്ച് അത് വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളത്തിൽ ആ തോല് കുതിർന്നപ്പോൾ ആ വെള്ളവും തോലും കൂടി തിളപ്പിച്ച് അതിലൊരൽപ്പം ഉപ്പിട്ട് ആ വെള്ളത്തിനൊരൽപ്പം ഇറച്ചിയുടെ സ്മെല്ലുള്ളത് കൊണ്ട്, ആ തോലിനൊരൽപ്പം ഇറച്ചിയുടെ സ്മെല്ലുള്ളത് കൊണ്ട് ആ വെള്ളം ആർത്തിയോടെ മുത്തോളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചില്ലേ മക്കളെ? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം ചന്ദ്രൻ ഉദിച്ച് ആ ചന്ദ്രൻ അസ്തമിച്ച് വീണ്ടും ചന്ദ്രൻ ഉദിച്ച് ആ ചന്ദ്രൻ അസ്തമിച്ച് മൂന്നാമതും ചന്ദ്രൻ ഉദിക്കുന്നത് വരെ, അതായത് 2 മാസം പൂർത്തിയായി 3-ാമത്തെ മാസം തുടങ്ങുന്നത് വരെ റസൂലുള്ളാഹിന്റെ വീട്ടിലെ അടുപ്പിൽ തീ പുകയാൻ
ഇല്ലാത്ത കാലമുണ്ടായിരുന്നു എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ മക്കളെ? ഈ റസൂലുള്ളാഹി ഉഹുദിന്റെ രണാങ്കണത്തില് ആ റസൂലുള്ളാഹിയുടെ മുൻപല്ലുകൾ ഷഹീദാക്കപ്പെട്ടില്ലേ മക്കളെ? അള്ളാന്റെ റസൂലിന്റെ വായിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ ചോര മണ്ണിൽ വീണില്ലേ? ഇതൊക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആരാ ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക്. നബിയെ അങ്ങയെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കില്ലായിരുന്നു എന്ന് ഏതൊരു മുത്തിയോട് അള്ളാഹു പറഞ്ഞോ? ആ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അനുഭവിച്ചില്ലേ കഷ്ടപ്പാട്? ഇത്രയൊക്കെ വേദന അനുഭവിച്ചില്ലേ? അള്ളാന്റെ റസൂലിനെ പറ്റി അള്ളാഹ്ക്ക് അറിയാത്തത് കൊണ്ടാണോ? അള്ളാന്റെ റസൂലിനോട് അള്ളാഹ്ക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? ബാക്കിൽ കാറ്റ് കൊള്ളുമ്പോൾ വല്ലാത്ത ബാക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി റസൂലുള്ളാഹിയെ പറ്റി അള്ളാഹ്ക്ക് അറിയാത്തതുകൊണ്ടാണോ? അള്ളാഹിന്റെ റസൂൽ വിഷമിക്കുന്ന അള്ളാഹ്ക്ക് അറിയാത്തതുകൊണ്ടാണോ? റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുന്ന അള്ളാഹ്ക്ക് അറിയാത്തതുകൊണ്ടാണോ? അള്ളാഹിന്റെ റസൂൽ പട്ടിണി കിടക്കുന്ന അള്ളാഹ്ക്ക് അറിയാത്തത് കൊണ്ടാണോ? പിന്നെ എന്തിനാ ഞാൻ എന്റെ പ്രസംഗങ്ങളിൽ കഴിഞ്ഞ ജുമാളിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു തആല അങ്ങനെ ശുദ്ധീകരിച്ച് വിമലീകരിച്ച് അതുല്യമായ വ്യക്തിത്വമാക്കി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറ്റേണ്ടി വന്നപ്പോൾ പരീക്ഷണങ്ങളില്ലാതെ തന്നെ പടച്ചവൻ അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരെ അള്ളാഹു തആല പരീക്ഷിച്ചു എങ്കിൽ അള്ളാഹിന്റെ റസൂലിന്റെ കാൽക്കീഴിൽ ചവിട്ടി വധിക്കപ്പെട്ട മണൽത്തരികളിൽ ഒരു മണൽത്തരി എടുത്ത് 1000 കൊല്ലം കൊണ്ടുപോയി അറബിക്കടലിലിട്ടാൽ റസൂലുള്ളാഹിന്റെ കാല് തൊട്ട മണൽത്തരി അറബിക്കടലിൽ വീണതിന്റെ പേരിൽ അറബിക്കടലിന്റെ വെള്ളത്തിന് എന്തുമാത്രം മഹത്വമുണ്ടോ ആ വെള്ളത്തിൽ നിന്ന് അറബിക്കടലിൽ നിന്ന് സൂചിത്തുമ്പിൽ വെള്ളം മുക്കിയെടുത്തിട്ട് കയ്യിൽ വെച്ചാൽ ആ വെള്ളത്തിനുള്ള മഹത്വം പോലും അവകാശപ്പെടാൻ അർഹതയില്ലാത്ത എനിക്കും നിങ്ങൾക്കും പരീക്ഷണം വരുമ്പോ നമ്മൾ ഇങ്ങനെ മനസ്സ് വിട്ടു പോകാൻ പാടുണ്ടോ മക്കളെ? നമ്മളിങ്ങനെ അനിയന്ത്രിതരായി പോകാൻ പാടുണ്ടോ? നമ്മളിങ്ങനെ വിഷമിച്ച് ആകെ മൂലയിൽ പോയിരുന്ന് ആകെ പ്രയാസപ്പെട്ട് നമ്മളിങ്ങനെ പഠിച്ചോനെ എന്താ ഞങ്ങളോട് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തരുന്ന കൊച്ചു കൊച്ചു പരീക്ഷണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരീക്ഷണം നേരിട്ടെങ്കിൽ ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാതെ 4 ഖലീഫമാരിൽ 3 പേരും കത്തിക്കുത്തേറ്റും പീഡനം സഹിച്ചുമാണ് മരിച്ചതെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ചരിത്രത്തിൽ സ്മരിക്കാൻ നമ്മളാരും ഇഷ്ടപ്പെടാത്ത കലാപത്തിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ നെഞ്ചോട് അടുക്കി പിടിച്ചുകൊണ്ട് ശത്രുവിന്റെ വെട്ടുകൊണ്ട് ആ ചോര ഖുർആനിൽ പതിച്ചാണ് റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരിച്ചതെങ്കിൽ അലിയാർ തങ്ങൾ ശത്രുവിന്റെ കുത്തേറ്റാണ് മരിച്ചതെങ്കിൽ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ കുത്തേറ്റാണ് മരിച്ചതെങ്കിൽ മഹാനായ സയ്യിദുനാ ഉമർ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ കർബലയുടെ രണാങ്കണത്തിൽ എന്താ സംഭവിക്കുന്നത്? ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷണമല്ലേ? ഫാത്തിമത്തു സുഹ്റായുടെ പൊന്നോമന പുത്രനല്ലേ? അലിയാർ തങ്ങളുടെ പൊന്നോമന മകനല്ലേ? ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട സഹോദരനല്ലേ? അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച സയ്യിദു ശബാബി അഹ്ലിൽ ജന്ന സർവ്വസ്വർഗാവകാശികളുടെയും സർവാവകാശികളായ സർവ്വ യുവാക്കന്മാരുടെയും നേതാവല്ലേ? എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിധിപ്രകാരം മരണപ്പെട്ട് സ്വർഗത്തിലാണ് പോകുന്നതെങ്കിൽ അല്ലാഹു അങ്ങനെ ആക്കുമാറാകട്ടെ. ആ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ഈ യുവാക്കൾക്ക് മൊത്തം നേതൃത്വം കൊടുക്കാൻ വരുന്നതാരാ? സർവ്വ യുവാക്കളുടെയും മുമ്പിൽ നിൽക്കുന്ന യുവാവാരാ? ലോക ചരിത്രത്തിലെ അതുല്യമായ യുവാവ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൊച്ചുമകനാകാൻ ഭാഗ്യം കിട്ടിയ യുവാവ് മഹാനായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അല്ലേ?
ഷഹീദായത്. ഹുസൈൻ പെട്ടെന്ന് പറഞ്ഞു വന്ന ഒരു അമ്പേറ്റങ്ങ് ഷഹീദാവല്ല ചെയ്തത്, ഓടി വന്ന ഒരു ശത്രു ബാക്കിൽ നിന്ന് വെട്ടേറ്റ് ഷഹീദാവുകയല്ല ചെയ്തത്. പിന്നെയോ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ പീസ് പീസായി യസീദിന്റെ ആളുകൾ വെട്ടിമുറിക്കുകയായിരുന്നില്ലേ? ഞാൻ എന്റെ പ്രസംഗങ്ങളിൽ എപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ അല്ലാഹുവിന്റെ ഹബീബിനോട് ഏറ്റവും മുഖസാദൃശ്യമാ കുടുംബത്തിലുണ്ടായിരുന്നത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനല്ലേ? ആ ഹുസൈന്റെ കഴുത്ത് വെട്ടിമാറ്റിയപ്പോൾ, അങ്ങനെ ആ ഹുസൈൻ ഷഹീദായപ്പോൾ വിട്ടേക്കാമെന്ന് ശത്രുക്കൾ കരുതിയില്ലല്ലോ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്തില്ലേ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മൂക്ക് മുറിച്ചു മാറ്റിയില്ലേ? അത് കണ്ടുകൊണ്ടിരുന്ന മുഅ്മിനീങ്ങൾ ഒന്നടങ്കം നിലവിളിച്ചു പറഞ്ഞില്ലേ, ആ മൂക്ക് മുറിക്കല്ലേ, അത് റസൂലുള്ളാഹിന്റെ മൂക്കാണ്. ആ ചുണ്ട് മുറിക്കല്ലേ, അത് ഹബീബിന്റെ ചുണ്ടാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തോട് ഇത്രയും സാദൃശ്യമുള്ള ഒരാളും ആ കുടുംബത്തിലുണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. റസൂലുള്ളാഹിന്റെ നെറ്റിത്തടമാണ് ആ നെറ്റിത്തടം. ആ നെറ്റിത്തടം വാളുകൊണ്ട് വികൃതമാക്കല്ലേ, ആ മൂക്ക് നിങ്ങൾ മുറിക്കല്ലേ, ആ ചുണ്ട് നിങ്ങൾ മുറിക്കല്ലേ എന്ന് വിളിച്ചു കോവിയിട്ടും പൊട്ടിക്കരഞ്ഞിട്ടും ശത്രുക്കൾ കേട്ടില്ലല്ലോ. ഹുസൈന്റെ ചുണ്ട് മുറിച്ചു മാറ്റിയില്ലേ? ഹുസൈന്റെ മൂക്ക് മുറിച്ചു മാറ്റിയില്ലേ? ഹുസൈന്റെ കണ്ണ് ചൂഴ്ന്നെടുത്തില്ലേ? ഹുസൈന്റെ നാക്ക് മുറിച്ചു മാറ്റിയില്ലേ? ഹുസൈന്റെ നെറ്റിത്തടം വികൃതമാക്കിയില്ലേ? ഇതൊക്കെ ചെയ്തവരുടെ അവസ്ഥ എന്താ? ഹുസൈന്റെ അവസ്ഥ എന്താ? മഹാനായ ഇമാം ഷാഫിയുടെ ഉസ്താദ്, ഇമാം ഷാഫിയുടെ ഗുരുവായ മഹാനായ ഇമാം ഷാഫിയുടെ ഗുരു അതാ ഒരു ദിവസം പോവുകയാണ്. അദ്ദേഹം പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുക്കൽ പോവുകയാ. കഅബാലയത്തിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ, ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്നൊരു പൊട്ടിക്കരച്ചിൽ കേൾക്കുന്നു. ഏങ്ങി ഏങ്ങി കരയുന്ന ഒരു മനുഷ്യൻ. അയാൾ ഇങ്ങനെ വിളിച്ചു പറയാ, റബ്ബേ നീ എന്നോട് പൊറുക്കില്ലേ റബ്ബേ, എന്റെ ആഖിറം നഷ്ടമായല്ലോ റബ്ബേ, എനിക്ക് എന്റെ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടാതെ പോകുമല്ലോ റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിലവിളിക്കുന്നത് കേട്ടുകൊണ്ട് ആ മഹാനവറുകൾ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കയാ, എന്താ സഹോദരാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? കഅബാലയത്തിന്റെ മുന്നിലല്ലേ നിങ്ങളുള്ളത്? പരിശുദ്ധമായ കഅബാലയം നിർഭയത്വത്തിന്റെ നിരന്തര സങ്കേതമല്ലേ? ഈ കഅബാലയത്തിന്റെ മുന്നിലിരിക്കുന്ന ഒരാള് എന്റെ ആഖിറം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നോ, എന്റെ പരലോകം എനിക്ക് നഷ്ടമായല്ലോ എന്ന് പറയുന്നോ? എന്തേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കരയുന്നത്? എന്താ നിങ്ങൾക്ക് പറ്റിയത്? കഅബയുടെ മുമ്പിലും നിങ്ങൾക്ക് സമാധാനമില്ലാത്ത എന്തുകൊണ്ടാ? അദ്ദേഹം പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഹുസൈനെ വധിച്ചവരുടെ കൂട്ടത്തില്, ഹുസൈനെ വധിക്കാൻ വേണ്ടി കൂടിയവരുടെ കൂട്ടത്തില്, ഹുസൈനെ വധിക്കാൻ കൂടിയവരോടൊപ്പമായിരുന്നു അന്ന് ഞാൻ ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ അവരോടൊപ്പമാണ് സത്യമെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. ഹുസൈൻ വധിക്കപ്പെടുമ്പോൾ ഞാൻ മറുഭാഗത്തായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ മഹാപാതകമാണ് ചെയ്തത്, ഞാൻ വലിയ തെറ്റാണ് ചെയ്തത്, ഞാൻ വല്ലാത്ത കുടുക്കിലാണ് പെട്ടത്. എങ്ങനെയാ രക്ഷപ്പെടേണ്ടതെന്ന് എനിക്കറിയില്ല. ഇന്നലെ രാത്രി ഈ പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്ത് ഞാനിരിക്കയാ. ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ ഞാനിതാ സ്വപ്നം കാണുകയാ. ആ സ്വപ്നത്തിൽ മഹാനായ റസൂലുള്ളാഹി ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ഉമറുൽ ഫാറൂഖ് ഉണ്ട്, അലിയുൽ മുർത്തള ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ട്, സർവ സ്വർഗവാസികളായ സഹാബത്തുമുണ്ട്, സർവ ഔലിയാക്കളുമുണ്ട്, അമ്പിയാക്കന്മാരുണ്ട്. ആ സദസ്സിൽ വെച്ചിട്ട് ഹുസൈനെ പറ്റി ചർച്ച ചെയ്യപ്പെടുകയാ. ആ ചർച്ചയിൽ ഹുസൈൻ വധിക്കപ്പെട്ടതിനെ പറ്റി പറയുമ്പോൾ ആ വലിയ സദസ്സിൽ നിന്നൊരു അശരീരി കേൾക്കുകയാ, തർജു ഉമ്മത്തുൻ ഖതലത് ഹുസൈനാ ശഫാഅത ജദ്ദിഹി യൗമൽ ഖിയാമ. ഹുസൈനെ കൊന്ന ആളുകള്, ഹുസൈനെ വധിച്ച കൂട്ടര്, ഹുസൈനെ നശിപ്പിച്ച ആളുകള് അവരാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ആ ഹുസൈന്റെ ഉപ്പാപ്പയായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നാളെ പരലോകത്ത് വെച്ച് കിട്ടുമെന്ന് അവരാരെങ്കിലും കരുതുന്നുണ്ടോ എന്ന ആ ശരീരം ഞാൻ കേൾക്കുകയാ. ഞാൻ നഷ്ടവാളിയായി പോയില്ലേ? എനിക്കിനി എന്റെ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടുമോ? എന്റെ പരലോകം എനിക്ക് രക്ഷപ്പെടുമോ? ആ വേദന കൊണ്ട് ഞാൻ നിലവിളിക്കുകയാ.
ഇതാ ഹുസൈൻ റളിയല്ലാഹു അൻഹു, സ്വർഗത്തിൽ സയ്യിദു ശബാബി അഹ്ലിൽ ജന്ന, സർവ്വ സ്വർഗവാസികളായ യുവാക്കളുടെയും നേതാവ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ലോകത്തെ സർവ്വ ഔലിയാക്കന്മാർ ആരിഫീങ്ങളുടെയും നേതാവ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു എന്ന മഹാനായ റസൂലുള്ളാഹിന്റെ പൊന്നോമന കൊച്ചുമോൻ, ആ കൊച്ചുമകൻ കർബലയുടെ അങ്കണത്തിൽ ഇങ്ങനെ ചെയ്യപ്പെട്ടത് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചുകൊണ്ടോ, അല്ലാഹു തആല പരിഗണിക്കാതിരുന്നത് കൊണ്ടോ ആണോ? എന്താ അവസ്ഥ? അള്ളാഹിന്റെ റസൂലിന്റെ റൂഹവില്ലേ ഹുസൈന്റെ കൂടെ? ഫാത്തിമയുടെ സാന്നിധ്യമില്ലേ? അലിയാരിതങ്ങളുടെ റൂഹില്ലേ? സർവ്വ അർവാഹുകളുടെയും സാന്നിധ്യം കർബലയിൽ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പീസ് പീസായി മുറിക്കപ്പെട്ടത് അള്ളാഹു ഹുസൈനോട് വിരോധമുള്ളത് കൊണ്ടോ, അള്ളാഹ് ശ്രദ്ധിക്കാത്തത് കൊണ്ടോ ആണോ മക്കളെ? അല്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന രക്തസാക്ഷിത്വത്തിന്റെ മഹാഭാഗ്യം അത് അല്ലാഹു തആല. ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ അവരൊക്കെ നേരിട്ടപ്പോ നമ്മളെന്ന മഹാപാപികള്, മഹാദോഷികള്, ഒരു കാശിന് വിലയില്ലാത്ത നമ്മള്, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് ചിന്തിയ ലിറ്റർ കണക്കിന് രക്തത്തിലെ ഒരു തുള്ളി രക്തത്തിന് ഈക്വലാകാത്ത നമ്മള്, ആ നമുക്ക് അല്ലാഹു തആല തരുന്ന കൊച്ചു കൊച്ചു പരീക്ഷണങ്ങൾ നമ്മളതൊരു മഹാസംഭവമായി കണ്ട് മനസ്സ് വിട്ടു പോകരുത് സഹോദരൻ. അത് പറയാനാ ഞാൻ പറഞ്ഞത്. നമ്മൾ അതിന്റെ പേരിൽ ദുനിയാവെന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരം. ഇവിടെ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ അതിലൊക്കെ വിഷമിക്കുകയും വേദനിക്കുകയും ഒക്കെ ചെയ്ത് അതിന്റെ പേരിൽ ഇവിടെ ഇരുന്നിട്ട് ദിക്റ് ചൊല്ലിയും ദുആ ചെയ്തും ഇവിടെ ഇരുന്നിട്ട് നേർച്ചകൾ നടത്തിയും ഹത്തം തീർത്തും ഒക്കെ ഇരുന്ന ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ പൊന്നോമന പുത്രനുണ്ട് തൊൽഹത്ത് എന്ന് പറഞ്ഞിട്ടൊരു പൊന്നുമോൻ, അവന്റെ ഉപ്പ 50 വയസ്സ് തികയാത്ത പണ്ഡിതനാ. ആ എനിക്ക് നേരിടുന്ന ഒരു വിഷമത്തിന്റെ പേരിൽ മനോവേദനയോടുകൂടി അതിനെ അഭിമുഖീകരിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പൊന്നുമോൻ ഇവിടുന്ന് പോകേണ്ടി വന്നത് അവന്റെ ഉപ്പ ആക്സിഡന്റിൽ മരിച്ചിട്ട് ആ മയ്യത്തിന്റെ അടുക്കലേക്കാണ് പോകേണ്ടി വന്നത്. നമ്മൾ ഈ 10-21-25 ദിവസങ്ങളായി നമ്മൾ ഇങ്ങനെ ഈ ശക്തമായ വിഷമങ്ങളും പ്രയാസങ്ങളും സമരങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഇതിന്റെ ഇടയിൽ എത്ര പേരാ മരിച്ചിരിക്കുന്നത്, എത്ര പേരാ മരിച്ചിരിക്കുന്നത്, ആരുടെയൊക്കെ സ്വപ്നങ്ങൾ. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് മംഗലാപുരത്ത് പോയിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എന്താ മംഗലാപുരത്ത് ഞാൻ കണ്ട കാഴ്ച, എന്താ കാസർഗോഡ് ഞാൻ കണ്ട കാഴ്ച. മംഗലാപുരത്തല്ല കാസർഗോഡ്, മംഗലാപുരം ദുരന്തത്തിൽ മരിച്ച മംഗലാപുരത്തല്ല പോയത്. ആവർത്തിച്ച് പറയാ, ഇനി അവിടുന്ന് കുടകിൽ പോയി എന്നാലും കരുതണ്ട, പോക്കില്ല. മംഗലാപുരത്ത് ദുരന്തത്തിൽ മരിച്ചവരുടെ വീടുകളിൽ കാസർഗോഡ് പോയി. ആദ്യം ഞാൻ പോയി സിദ്ദീഖ് എന്ന സഹോദരന്റെ വീട്ടിൽ പോയി. എന്താ അവിടുത്തെ അവസ്ഥ? ഞാൻ ചെല്ലുമ്പോഴുള്ള അവസ്ഥ എന്താ? ആ സിദ്ദീഖിന്റെ ഭാര്യയും ഇദ്ദയിരിക്കുന്നു, ഉമ്മായും ഇദ്ദയിരിക്കുന്നു, ഭാര്യയും ഇദ്ദയിരിക്കുന്നു, മറയിരിക്കുന്നു. എന്താ? വാപ്പ മരിച്ച് ഉപ്പ മരിച്ച വിവരം മോനെ അറിയിച്ച്, ഉപ്പ മരിച്ചപ്പോൾ ഞാൻ വന്നിട്ടേ ഉപ്പാന്റെ മയ്യത്തടക്കാവൂ എന്ന് പറഞ്ഞിട്ട് ആ ഉപ്പാന്റെ മയ്യത്തടക്കാൻ വേണ്ടി കാത്തിരുന്നവർ സിദ്ദീഖ് എന്ന പൊന്നുമോൻ വരാൻ വേണ്ടി കാത്തിരുന്നു. അവിടുന്ന് പെട്ടെന്ന് ലീവ് അടിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാക്കി ടിക്കറ്റ് ശരിയാക്കി ഫ്ലൈറ്റിൽ കയറി മംഗലാപുരത്തെത്തുമ്പോൾ ആ പൊന്നുമോൻ ചാമ്പലാവുകയാണ്. അവസാനം വാപ്പാടെ മയ്യത്ത് കാണാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞ മകന്റെ ശരീരം അതൊരു ശരീരമായിട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല, അതൊന്റെ കൈകാലുകൾ കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെന്താ കൊണ്ടുവന്നത്? ഒരു ചാക്കിനകത്ത് കുറച്ച് ചാമ്പൽ കെട്ടിക്കൊണ്ട് അവിടെ വെക്കുകയാ. എന്നിട്ട് അവന്റെ ഭാര്യയും വിധവയാവുകയാ, അവന്റെ ഉമ്മയും വിധവയാവുകയാ. ഉമ്മായും ഒരേ ദിവസം ഇദ്ദയിരിക്കുകയാ, സിദ്ദീഖിന്റെ ഭാര്യയും ഇദ്ദയിരിക്കുകയാ. ചൊല്ലുമ്പോൾ ഒരു പൊന്നാര പൊന്നുമോൻ, എന്തഴകുള്ള പൊന്നുമോനാ. അടുത്ത് വന്നിട്ട് ദുആ ചെയ്യുമ്പോൾ ആ പൊന്നുമോൻ ആമീൻ പറയുന്നത് കേട്ടാൽ പൊട്ടിക്കരയാതിരിക്കാൻ പറ്റില്ല. ഒരു മരണം അങ്ങനെ. പിന്നെ രണ്ടാമത് പോയത് സുന്നി യുവജന സംഘത്തിന്റെ നേതാവായ കാസർഗോഡത്തെ സഹോദരൻ, തളങ്കരയിലുള്ള സഹോദരൻ, പേര് ഞാൻ പെട്ടെന്ന് മറന്നു, ഇബ്രാഹിം ഖലീൽ എന്ന് പറയുന്ന സഹോദരൻ. ആ പ്രിയപ്പെട്ട സഹോദരൻ ഞാന് രാഷ്ട്ര സുരക്ഷാ സന്ദേശ യാത്ര ആരംഭിക്കാൻ വേണ്ടി മഞ്ചേശ്വരത്തേക്ക് പോകുന്ന വഴിക്ക് തളങ്കര മാലിക് ദിനാർ ഉറൂസ് നടക്കുകയാ. മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ ഉറൂസ് കമ്മിറ്റിക്കാര് പാർട്ടി നേതാക്കളോട് ആവശ്യപ്പെട്ടു. ഉറൂസിൽ സാധാരണ ഇങ്ങനെ ആരെങ്കിലും പ്രമുഖ വ്യക്തികളൊക്കെ പങ്കെടുക്കുന്നത് അവർക്ക് വലിയ സന്തോഷമായി
കാണുന്നതാ. ബഹുമാന്യനായ കാന്തപുരം ഉസ്താദ് പങ്കെടുത്തിട്ടുണ്ട്, ഖലീൽ ബുഖാരി തങ്ങൾ വന്നിട്ടുണ്ട്, അതുപോലെ ഹൈദരലി തങ്ങൾ വന്നിട്ടുണ്ട്. ഉസ്താദും അവിടെ വരണമെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാ. വിനീതനായ ഞാൻ അവിടെ എത്തുകയാ. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത ദുആയിൽ പങ്കെടുക്കയാ. ദുആ കഴിഞ്ഞിറങ്ങുമ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, കൂളിംഗ് ഗ്ലാസ് മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി വെച്ചിട്ട് ഇബ്രാഹിം ഖലീൽ എന്നെ കൈപിടിച്ചിട്ട് കൊണ്ടുപോവുകയാ സ്വാഗത സംഘം ഓഫീസിലേക്ക്. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇളനീരെടുത്ത് കയ്യിൽ തരികയാ. അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പം പറഞ്ഞു, എന്റെ പെങ്ങളെ കെട്ടിച്ചത് കൊല്ലത്താ. കൊല്ലത്ത് പെങ്ങളെ കെട്ടിയ സഹോദരന്റെ പേര് പറഞ്ഞു, ബന്ധുവീടിന്റെ പേര് പറഞ്ഞു. എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ അവരെപ്പോഴും ഉസ്താദിനെ പറ്റി പറയാറുണ്ടെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടി ഇളനീര് തന്നെനിക്ക് യാത്രയച്ച ആ പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിലേക്ക് മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഏറ്റവും സാമ്പത്തിക നിഅമത്ത് കൊടുത്തിരുന്ന നിഅമത്ത് കൊടുത്തു എന്ന് മാത്രമല്ല, കാസർഗോഡത്തെ BJP ഒഴികെ എല്ലാ പാർട്ടിക്കും ഓഫീസിന് സ്ഥലം കൊടുത്തിട്ടുള്ളത് ഇബ്രാഹിം ഖലീലിന്റെ വീട്ടുകാരാ. അവിടുത്തെ സുന്നി യുവജന സംഘത്തിന്റെ ഓഫീസ്, സമസ്തയുടെ ഓഫീസ്, എല്ലാ ഓഫീസുകളും നിൽക്കുന്നത് ഇബ്രാഹിം ഖലീലിന്റെ കുടുംബം കൊടുത്ത സ്ഥലത്താ. ഇപ്പോഴും വിശാലമായ വീടും സൗകര്യങ്ങളുമാ. ആ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ അതിന്റെ പരിസരത്തെല്ലാം നിങ്ങളെ ഞങ്ങളും മറക്കൂല എന്ന് പറഞ്ഞിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന ഫ്ലെക്സുകൾ കാണുമ്പോൾ, ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഈമാൻ സ്ഫുരിക്കുന്ന മുഖം കാണുമ്പോൾ, ആ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ അയാളുടെ ആശ്രിതരായി ആ വീട്ടിലും ബന്ധുക്കളുമായി കൂടി നിൽക്കുന്ന ആളുകള്, SSLC കഴിഞ്ഞ പൊന്നുമോൻ, അവന്റെ പേരും എന്റെ മോന്റെ പേരാ, ഉമർ മുഖ്താർ എന്നാണ് പേര്. ആ പൊന്നുമോൻ SSLC കഴിഞ്ഞ് +1 പഠിക്കുന്ന ആ പൊന്നുമോനാ മൂത്ത മോന്. അപ്പോഴാ സഹോദരന്റെ പ്രായം എത്രയാ, ആ സഹോദരന്റെ ജീവിതം എത്ര അവശേഷിച്ചതാ, എത്ര കോടികൾ അല്ലാഹു സ്വത്ത് നൽകിയതാ, ആ സ്വത്തിൽ നിന്ന് എത്രയോ ആയിരങ്ങളെ രക്ഷിച്ചതാ, എത്രയോ പാവങ്ങൾക്ക് വീട് വെക്കാൻ സഹായിച്ചതാ. ആ പ്രിയപ്പെട്ട ഇബ്രാഹിം ഖലീലാണ് ഒരു പിടി ചാമ്പലായി മാറിയത്. ഇങ്ങനെ ഓരോ വീടുകളും കയറി കയറി പോവുകയാ. മറ്റൊരു വീട്ടിൽ ചെന്നപ്പോ റബ്ബേ, ഒരു ചെറ്റക്കൂരയാ. ആദ്യമായി ഗൾഫിൽ പോയ പൊന്നുമോനാ. ആ പൊന്നുമോൻ ആദ്യമായിട്ട് അവധിക്ക് വരികയാ. ആ വീട് മൊത്തം സന്തോഷത്തിലായിരുന്നു. ആ ചെറ്റക്കൂര ഒന്ന് വണ്ടി കയറി പോകാത്ത എന്റെ വീൽ ചെയർ ഒരുപാട് മുടുക്കുകളിലൂടെ എടുത്തെടുത്ത് കൊണ്ടുപോയിട്ട് ആ വീട്ടിലെത്തിയത്. ആ ചെറ്റക്കൂരയില് ആ വീടിന്റെ ആശ്രയമായി പുര നിറഞ്ഞു നിൽക്കുന്ന പെങ്ങന്മാരെ കല്യാണം കഴിക്കാൻ, ഒരു നല്ല വീടുണ്ടാക്കാൻ, രോഗിയായ മാതാപിതാക്കളെ ചികിത്സിക്കാൻ ഒരുപാട് സ്വപ്നങ്ങളുമായി പോയ സഹോദരനാ ഒരു പിടി ചാമ്പലായി തിരിച്ചു കൊണ്ടുവന്നു. അടുത്ത വീടാണ് സഹോദരങ്ങളെ, വല്ലാതെ മനസ്സിന് ഒലച്ച വീട്. ഞാൻ നിയന്ത്രണമില്ലാതെ ദുആ ചെയ്തപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയ വീട്. അടുത്ത വീടാണ്. ആ വീട്ടിൽ ചെല്ലുമ്പോൾ കല്യാണ പന്തൽ കിടക്കുകയാ. ഒരു പെങ്ങളുടെ 2 ആങ്ങളമാരാ. പെങ്ങളുടെ കല്യാണം നിശ്ചയിച്ചിരുന്നതാ. കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി 2 ആങ്ങളമാരും കൂടി പുറപ്പെട്ടതാ. പെങ്ങൾക്ക് ആവശ്യമായ വസ്ത്രം മൊത്തം വാങ്ങി, പെങ്ങൾക്ക് ആവശ്യമായ സ്വർണം മൊത്തം വാങ്ങി, ആ സ്വർണ്ണാഭരണങ്ങളും കല്യാണ വസ്ത്രങ്ങളും സുഗന്ധ വസ്തുക്കളും ഉൾപ്പെടെ എല്ലാമായിട്ട് ഇങ്ങോട്ട് 2 പേരും കൂടി തിരിച്ചതാ. ആ 2 പേരും കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയി. കല്യാണം കാത്തിരുന്ന പ്രിയപ്പെട്ട പെങ്ങളുടെ വീട്ടിലേക്ക് കല്യാണം നടക്കേണ്ട ദിവസം കൊണ്ടുവരുന്നത് എന്താ? ഒരു സഹോദരന്റെ ചാമ്പലായ മയ്യത്താ. മറ്റൊരു സഹോദരന്റെ മയ്യത്ത് തിരിച്ചു കിട്ടിയിട്ടില്ല. മയ്യത്ത് എവിടെയെന്നറിയാൻ കഴിഞ്ഞിട്ടില്ല. മയ്യത്ത് തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരാൾ ചാമ്പലായി കൊണ്ടുവന്നടക്കി, മറ്റൊരാൾ മയ്യത്ത് എവിടെയെന്ന് പോലും അറിയാതെ ആ പ്രിയപ്പെട്ട സഹോദരന്റെ പൊന്നോപന മകൻ ഇരുന്നിട്ട് ആമീൻ പറയുകയാ. അവന്റെ ഉപ്പാന്റെ മയ്യത്ത് വന്നിട്ടില്ല. ആ പ്രിയപ്പെട്ട പെങ്ങളുടെ അവസ്ഥ എന്താ? ആ വീട്ടിലെ പൊട്ടിക്കരച്ചിലെന്താ? കല്യാണത്തിലിട്ട പന്തൽ മരണപ്പന്തലായി. 2 ആങ്ങളമാരുടെ പന്തൽ മരണപ്പന്തലായി. അതിലൊന്നിന്റെ മയ്യത്ത് മാത്രമാ കിട്ടിയത് പോലും, ഒന്നിന്റെ മയ്യത്ത് പോലും കിട്ടിയില്ല സഹോദരങ്ങളെ. ഇങ്ങനെ എത്ര കഠിനമായ ദുരന്തമാ, എത്ര കഠിനമായ വേദനയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഏത് നിമിഷവും നമ്മളെ കാത്തിരിക്കുന്ന മരണമുണ്ടല്ലോ, ഏത് നിമിഷവും നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന മരണം, നമ്മുടെ തൊട്ടു മുമ്പിലുള്ള മരണം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. കർണാടക പോലീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വന്നാൽ തടുത്തു നിർത്തും, ജീവൻ കൊടുക്കും, രക്തസാക്ഷികളാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്ന മക്കളെ, നിങ്ങളെ ആരെയും കാണാതെ വരാൻ കഴിയുന്ന ഒരു ശക്തിയുണ്ട് കേട്ടോ. മഹാനായ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ.
അസ്രായീൽ അലൈഹിസ്സലാം വന്നാൽ ഒരാളിനും തടുക്കാൻ പറ്റില്ല, ഒരു ശക്തിക്കും തടുക്കാൻ പറ്റില്ല. ഒന്ന് കണ്ടിട്ട് വേണ്ടേ മക്കളെ തടുക്കാൻ, ഒന്ന് കാണാൻ പോലും പറ്റില്ല. ആ അസ്രായീൽ വരുന്ന നിമിഷത്തിന് വേണ്ടിയാ നമ്മൾ തയ്യാറാകേണ്ടത്. എല്ലാ ശരീരത്തെയും ആ എല്ലാ ആത്മാവിനെയും ആ മരണമാകുന്ന ദുരന്തത്തിന്റെ രുചി ആസ്വദിക്കേണ്ടതാ. എപ്പോഴാന്നുള്ളതേ ഉള്ളൂ പ്രശ്നം. എനിക്ക് തൂക്ക് വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ കോയമ്പത്തൂരിലെ അല്ലുമ്മക്കാരായ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കോയമ്പത്തൂർ B7 പോലീസ് സ്റ്റേഷന്റെ അകത്ത് കൊണ്ടുവച്ചിട്ട് അവർക്കെല്ലാവർക്കും ആട്ടും ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ട് അവരിഷ്ടപ്പെടുന്ന നല്ല തരത്തിലുള്ള കൂൾ ഡ്രിങ്ക്സുകൾ വാങ്ങിക്കൊടുത്തിട്ട് ചായ വാങ്ങിക്കൊടുത്തിട്ട് അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങളൊന്ന് പറയുവോ മഅ്ദനിയും നിങ്ങളുമായി ബന്ധമുണ്ടെന്നൊന്ന് പറഞ്ഞൊരു സാക്ഷിമൊഴി പറ, മഅ്ദനിക്ക് തൂക്ക് വാങ്ങിക്കൊടുക്കണം, തൂക്കുമരം വാങ്ങിക്കൊടുക്കണം. അവസാനം അവരിൽ പലരും പറയാൻ തയ്യാറാകാതിരുന്നപ്പോൾ ഒരിക്കലും മഅ്ദനി കണ്ടിട്ടില്ലാത്ത ഇപ്പൊ കോയമ്പത്തൂർ പോലീസ് ഇപ്പോഴേ ചെയ്തു വെച്ച കാര്യം എന്നെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് ചെയ്യുകയാ. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒറ്റപ്പാലക്കാരൻ ചെറുപ്പക്കാരൻ, ആ ഒറ്റപ്പാലക്കാരനെ വിളിച്ചോണ്ട് പോയിട്ട് അവനോട് പറയുന്നു, നിന്റെ ജ്യേഷ്ഠൻ ജയിലിലാ ഉള്ളത്, നിന്റെ ഭാര്യയുടെ ആങ്ങളാ ജയിലിലാ ഉള്ളത്, നിന്റെ പെങ്ങളുടെ ഭർത്താവ് ജയിലിലാ ഉള്ളത്, നിന്നെയും കേസിൽ കുടുക്കി ജയിലിലിടും, പുറത്തു പോകാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യണം. ജീവനിൽ ഭയമുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞു, ചെയ്യാം. അവനെ കൊണ്ടുപോയി കോയമ്പത്തൂർ 5-ാം നമ്പർ കോടതിയുടെ മുമ്പിൽ കൊണ്ടുപോയി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ അവനെ കൊണ്ട് മൊഴി കൊടുപ്പിച്ചു. എന്താ മൊഴി കൊടുത്തതെന്നറിയോ? മഅ്ദനിയെ എനിക്കറിയാം, ആർമി രാജു എന്ന് പറയുന്ന ഒരാളിനെ എനിക്കറിയാം. ഈ ആർമി രാജു എന്ന് പറയുന്ന ആള് പൊക്കം കുറഞ്ഞ ആളാണ്. അയാൾ ഒരു ദിവസം ഞാൻ മഅ്ദനിയെ കാണാൻ പോയി മഅ്ദനിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ആർമി രാജു എന്ന് പറയുന്ന ആള് വന്നു. അയാൾ ഒരു പൊതി കൊണ്ടുവന്ന് മഅ്ദനിയുടെ കയ്യിൽ കൊടുക്കുന്നത് കണ്ടു. പിന്നീട് ഒരു ദിവസം കോയമ്പത്തൂരിൽ നിന്ന് അല്ലുമ്മാടെ ഒരു നേതാവ് മഅ്ദനിയെ കാണാൻ വന്നു. അപ്പോഴാ പൊതി മഅ്ദനി എടുത്ത് അയാളുടെ കയ്യിൽ കൊടുക്കുന്നത് കണ്ടു. പിന്നീട് ഞാൻ അറിഞ്ഞു ആ പൊതിയിലുള്ള ബോംബാണ് കോയമ്പത്തൂർ വെച്ചതെന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ജഡ്ജിയുടെ മുമ്പിൽ മൊഴി കൊടുപ്പിച്ചു. മജിസ്ട്രേറ്റിന്റെ മുമ്പില് അവനെ കൊണ്ട് 164 സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിച്ചു. എന്നിട്ട് അവനോട് നീ പൊക്കൊള്ളാൻ പറഞ്ഞു. നീണ്ട 9.5 വർഷക്കാലം അവനെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. 9.5 വർഷം കഴിഞ്ഞപ്പോൾ 9.5 വർഷത്തിനുള്ളിൽ ഒരു ദിവസം അവനെ കോടതിയിൽ കൊണ്ടുവന്നു. കോടതിയിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് 3 ദിവസം മുമ്പ് അവനെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വെച്ചു. അപ്പോഴും അവന് ബിരിയാണി വാങ്ങിക്കൊടുത്തു, അവന് നല്ല ചായ വാങ്ങിക്കൊടുത്തു, നല്ല കൂൾ ഡ്രിങ്ക്സ് വാങ്ങിക്കൊടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് എന്തൊക്കെയാ തരാൻ പോകുന്നതെന്നറിയോ? നീ അന്ന് പറഞ്ഞ കാര്യം വന്നങ്ങ് കോടതിയിൽ പറഞ്ഞാൽ നിന്റെ പാസ്പോർട്ട് ഇങ്ങ് തന്നേ, അതിൽ വിസ എടുപ്പിച്ച് ഞങ്ങൾ വെച്ചിരിക്കാം. അത് പറഞ്ഞതിന്റെ അടുത്ത ദിവസം നിന്നെ വൈകുന്നേരം കയറ്റിയിട്ട് ഗൾഫിലേക്ക് വിടാം. അതല്ല നിനക്ക് വേണ്ടത്, നിനക്ക് ഇവിടെയാണ് താമസിക്കേണ്ടതെങ്കിൽ നിനക്ക് മദ്രാസിൽ നല്ല സുന്ദരമായ ഫ്ലാറ്റ് എടുത്തു തരാം. നിന്റെ ജീവിതകാലം മൊത്തം നിനക്ക് മഅ്ദനിയുടെ ആളുകൾ നിന്നെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി പോലീസ് സെക്യൂരിറ്റി ഉണ്ടാക്കി തരാം, നിനക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം. ഇപ്പൊ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞൊരു കെട്ട് നോട്ട് എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ പോയാൽ കേറിയാൽ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ നീ അവിടെ അങ്ങ് പറയണം. അതെല്ലാം നീ അവിടെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി വരുമ്പോൾ നിന്റെ മുന്നിൽ തുറക്കപ്പെടുന്ന ലോകം ഗൾഫിലെ ലോകമാ പൊന്നുമോനെ. നിന്റെ മുന്നിൽ എണ്ണപ്പണമാ വരാൻ പോകുന്നത്. നിനക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ വളരെ വലുതാ. അവൻ കേറിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? 3 ദിവസം പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നവൻ, കോടതിയിൽ പോയി മൊഴി പറഞ്ഞവൻ, എന്നിട്ട് അവനെ കൊണ്ടുവന്ന് കാശ് കൊടുത്തിട്ട് അകത്തേക്ക് വിട്ടിരിക്കുന്നു. എനിക്കാകെ ചെയ്യാൻ പറ്റുന്നത് എന്താ? ഞാനാകെ അവിടെ ഇരുന്നു കൊണ്ട് കയ്യിലിരുന്ന തസ്ബീഹ് മറിച്ചുകൊണ്ടിരുന്നു.